മധുവിധു എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഷറഫുദ്ദീൻ കല്യാണി പണിക്കർ നായകന്മാരായിട്ട് വന്നിട്ടുള്ള സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു തമാശ സിനിമയാണ്. അപ്പോൾ തമാശയാണ് നിങ്ങൾക്ക് കാണേണ്ടത്, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാവുന്ന ഒരു പടം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം തിയേറ്ററിൽ നല്ല ചിരിയും കയ്യടിയും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ തമാശകളാണ്, ഒരു സിറ്റുവേഷൻ കോമഡികളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതായത് പത്തനംതിട്ട എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള പത്തനംതിട്ടയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആഞ്ഞിലിമൂട് എന്ന് പറയുന്ന ഒരു തറവാട്, നമ്മുടെ ഗോഡ് ഫാദർ, മലയാളം ഗോഡ് ഫാദർ കാണുന്ന പോലെ സ്ത്രീകൾ ഇല്ലാത്തൊരു തറവാടാണ്. ആ തറവാട്ടിലേക്ക് കുറച്ച് സ്ത്രീകൾ എന്താ പറയുക ബ്രൈറ്റ്സ് ആയിട്ട്, അതായത് വധു കല്യാണം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് സിനിമയിൽ വരുന്നത്. പക്ഷെ ഇതിൽ കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്ത്രീകൾ ഇല്ലാതിരുന്ന ഒരു വീട്ടിൽ സ്ത്രീകൾ വരുമ്പോൾ എന്തുണ്ടാകും, അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. ബോറടിപ്പിക്കില്ല. അതൊരു കുറച്ച് ക്ലീശേ പരിപാടികളൊക്കെ ആദ്യം കാണിക്കുന്നുണ്ട്. ബട്ട് ദെൻ അത് അവസാനത്തെ ക്ലൈമാക്സ് ഡയലോഗിലൊക്കെ ആ ഒരു ക്ലീശേ പരിപാടികൾ നന്നായിട്ട് അവരതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, തല്ലി പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വർക്കായിട്ടുണ്ട്, കുഴപ്പമില്ല. അത് രസമായിട്ട് വന്നിട്ടുണ്ട്. തമാശകളൊക്കെ ആയിട്ട് വളരെ പാട്ടുകളും ഒക്കെ ആയിട്ട് നന്നായിട്ട് വർക്കായിട്ടൊരു സിനിമ തന്നെയാണ്. നമ്മുടെ പെർഫോമൻസുകൾ, നമ്മുടെ കല്യാണി പണിക്കറാണെങ്കിലും ജഗദീഷ് ആണെങ്കിലും ഷറഫുദ്ദീൻ, സായ് കുമാർ, പിന്നെ അസീസ് നെടുമങ്ങാട്, പിന്നെ ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് തന്നെ ഈ പടത്തിൽ വർക്കായിട്ടുണ്ട്. അതായത് കോമഡി പടമാണ്. നമുക്ക് ഈ ഒരു വെക്കേഷൻ സീസണിൽ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ എന്റർടൈനർ തന്നെയാണ് ഷറഫുദ്ദീൻ കല്യാണി പണിക്കർ നായകന്മാരായി വന്നിട്ടുള്ള നമ്മുടെ മധു. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലീഷ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് എന്താ പറയുക, കുറച്ചൊരു പാട്രിയാർക്കി പരിപാടികളൊക്കെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല. ബട്ട് ദെൻ ഇറ്റ് ഹാസ് എന്താ പറയുക, അതൊരു തമാശ രീതിയിൽ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് അത്ര എന്താ പറയുക ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം എന്തായാലും ഇങ്ങനെ ഭയങ്കര തമാശ പാട്ടുകൾ, അതുപോലെ തന്നെ ഇഷാം അബ്ദുൽ വഹാബിന്റെ പാട്ടുകൾ, അതുപോലെ പെർഫോമൻസുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. കോമഡി ടൈമിങ്ങുകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുള്ള സിനിമ കൂടിയാണ് നമ്മുടെ മധുവിധു എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ ആൻഡ് എന്റർടൈനർ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മധുവിധു എന്ന് പറയുമ്പോൾ ഹണിമൂൺ. അപ്പോൾ ഈ സിനിമയിൽ ഹണിമൂൺ ജസ്റ്റ് നായകയുടെ ഒരു ഹണിമൂൺ മാത്രമല്ല കാണിക്കുന്നത്, വേറെയും കുറെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സിന്റെ ഹണിമൂൺ കാണിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിരിക്കും. ആദ്യ ദിവസം തന്നെ അത് പറയുന്നത് ശരിയല്ല, അപ്പോൾ അത് പറയുന്നില്ല. അപ്പം എന്തായാലും ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു തമാശ പടമാണ് നമ്മുടെ മധുവിധു എന്ന് പറയുന്ന ഏറ്റവും പുതിയ പടം. ഈ പടത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു കഥ, ഭയങ്കര ഒരു സംഭവം കഥയാണെന്ന് എന്നല്ല പറയുന്നത്. പക്ഷെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് തമാശ നിറഞ്ഞ സംഭവമാണ്. തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാൻ വകയുള്ള പല സീനുകളും സിനിമയിലുണ്ട്. നമ്മുടെ ഷറഫുദ്ദീൻ ആൻഡ് കല്യാണി പണിക്കർ ജോഡി, അവർക്കിടയിലെ തമാശ വരുന്നുണ്ട്. അതേപോലെ വളരെ ജഗദീഷിന്റെ പരിപാടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അസീസ് നെടുമങ്ങാട്, ഇവരെല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സ് ആണ്. എന്താ പറയുക, പല ഫാമിലി. ജഗദീഷിന്റെ അനിയനാണ് നമ്മുടെ അനീസ് നെടുമങ്ങാട്, അസീസ് നെടുമങ്ങാട് ചെയ്യുന്ന കഥാപാത്രം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഷറഫുദ്ദീൻ ഇവരുടെയൊക്കെ ഈ ഫാമിലി തന്നെയുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട് കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒന്നല്ല, 1-2-3 സംഭവങ്ങൾ നടക്കണം. ഈ സംഭവങ്ങളെല്ലാം കോർത്തിനൊക്കെ കൊണ്ട് ഭയങ്കര രസകരമായിട്ട് ഒരു 2 മണിക്കൂർ 5 മിനിറ്റ് പ്രേക്ഷകനെ പിടിച്ചിരുത്തി നന്നായിട്ട് സിനിമ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഡയറക്ടറിന്. അതൊരു എന്താ പറയുക, ഈ ഒരു വെക്കേഷൻ സീസണിൽ നന്നായിട്ട് വർക്കാവാൻ സാധ്യതയുള്ളൊരു സിനിമ തന്നെയാണ് നമ്മുടെ മധുവിധു എന്ന് പറയുന്ന